ഹലോ ഗുഡ് മോർണിംഗ് ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PYQ തന്നെയാണ്. സോഷ്യൽ വർക്കിന്റെ ഓൾറെഡി നമ്മൾ കുറെ PYQs ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് സാമ്പിളിംഗ് ഇൻ അസെൻഡിങ് ഓർഡർ. നമുക്കറിയാം സാമ്പിളിംഗ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ. എന്താ സാമ്പിളിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഓൾറെഡി. നമുക്കറിയാം ഒരു പോപ്പുലേഷന് നമുക്ക് ആവശ്യമായ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സ്മോൾ ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് സാമ്പിളിംഗ്. നമുക്കറിയാം. അപ്പൊ സാമ്പിളിംഗിന്റെ സ്റ്റെപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ കറക്റ്റ് ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. Determine the sampling frame, choose a sampling technique, define the target population, select the sample. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. ആ പോപ്പുലേഷനെ കണ്ടുപിടിച്ച് ആ പോപ്പുലേഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഇതാണല്ലോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രക്രിയ. അതാണല്ലോ സാമ്പിളിംഗ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ആദ്യം എന്തായിരിക്കും വേണ്ടാവുക? ഈ നാലെണ്ണത്തില് ബേസിക്കലി അതിൽ കൊടുത്തിട്ടുള്ള തന്നെ ഡിഫൈൻ ദ ടാർഗറ്റ് പോപ്പുലേഷൻ. ആരിൽ നിന്നുമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്ന് വേണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് സാമ്പിളിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു പോപ്പുലേഷൻ വേണ്ടേ? അപ്പൊ ആദ്യം നിങ്ങൾക്ക് പോപ്പുലേഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമല്ല ഏത് പോപ്പുലേഷനെ സാമ്പിൾ എടുക്കേണ്ടത് എന്നുള്ള ഒരു വേണ്ടേ. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എന്തായിരിക്കും? ഡിഫൈൻ ദ ടാർഗറ്റ് പോപ്പുലേഷൻ. വി വിൽ ബിഗിൻ വിത്ത് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ആദ്യം വരുന്നുണ്ടാവുക. ഇനി പോപ്പുലേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. പോപ്പുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നുണ്ടായിരിക്കുക? യു വിൽ ഡിറ്റർമൈൻ ദ സാമ്പിളിംഗ് ഫ്രെയിം. എന്താ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്? ലിസ്റ്റ് ഓഫ് ആ പോപ്പുലേഷനിലുള്ള മൊത്തം ആളുകളുടെ ലിസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ പോകുന്ന ആ പോപ്പുലേഷനിലുള്ള അല്ലെങ്കിൽ എത്ര പോപ്പുലേഷൻ വരുന്നുണ്ടോ അതിന്റെ ആ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ സാമ്പിളിംഗ് ഫ്രെയിം എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? പിക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ കയ്യിൽ ആ ലിസ്റ്റ് വ്യക്തമായിട്ടുണ്ടായിരിക്കണം. സോ ഡിറ്റർമൈൻ ദ സാമ്പിളിംഗ് ഫ്രെയിം. സാമ്പിളിംഗ് ഫ്രെയിം നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്തു. ദാറ്റ് വിൽ ബി ദ സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ടാർഗറ്റ് പോപ്പുലേഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ പോപ്പുലേഷന്റെ ഒരു ടോട്ടൽ ലിസ്റ്റ് ഉണ്ടാക്കി. നിങ്ങൾ അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെയാണ് സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ടെക്നിക്ക് ഉണ്ടായിരിക്കും അല്ലെ. നമുക്കറിയാം ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ഏത് ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ടെക്നിക്ക് നമ്മൾ ചൂസ് ചെയ്യേണ്ടേ? സോ ദാറ്റ് വിൽ ബി ദ സ്റ്റെപ്പ് 3 അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ പോപ്പുലേഷൻ കണ്ടുപിടിച്ചു, സാമ്പിളിംഗ് ഫ്രെയിം ഉണ്ടാക്കി, ഏത് ടെക്നിക്ക് വെച്ച് ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിച്ചു. ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു? സെലക്ട് ദ സാമ്പിൾ. അതെന്തായാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. സാമ്പിളിംഗിന്റെ ഓർഡർ എഴുതാൻ പറയുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും അവസാനം എന്തായാലും സാമ്പിളിനെ സെലക്ട് ചെയ്യലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെലക്ട് ദ സാമ്പിൾ ആണ്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ആദ്യം പോപ്പുലേഷൻ കണ്ടുപിടിച്ചു, ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് സാമ്പിളിനെ സെലക്ട് ചെയ്യും. ഇതിന്റെ ഇടയിലുള്ള രണ്ട് സ്റ്റെപ്പുകളാണ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. ആദ്യം സാമ്പിളിംഗ് ഫ്രെയിം. ലിസ്റ്റ് വേണ്ട, നമുക്ക് ലിസ്റ്റ് കിട്ടിയാലേ നമുക്ക് അതിന് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലിസ്റ്റ് ഉണ്ടാക്കി, ദാറ്റ് ഈ സാമ്പിളിംഗ് ഫ്രെയിം. എന്നിട്ട് നമ്മൾ അതിന് പിക്ക് ചെയ്യാനുള്ള ടെക്നിക്ക് സെലക്ട് ചെയ്തു, ദാറ്റ് ഈ സാമ്പിളിംഗ് ടെക്നിക്ക് ചൂസ് ചെയ്തു. സോ ക്ലിയർ ആയ ഓപ്ഷൻസ് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് CABD. ആ ഒരു ഓപ്ഷൻ നോക്കിക്കേ, CABD. ഇതേ കിടക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ആ ഒരു സാമ്പിളിംഗ് എന്നുള്ള പ്രോസസ്സ് എന്താണെന്ന് അറിയുമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. ഒരുപാട് ഒട്ടും കൺഫ്യൂസിങ് ആവുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്, വളരെ എളുപ്പമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, CABD ആണ് ആൻസർ വരുന്നത്. അടുത്ത നോക്കിക്കേ, ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണ്. എറിക്സൺ അതേപോലെ തന്നെ സിഗ്മണ്ട് ഫ്രൂയിഡ്, ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണോ. കാരണം അവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പേഴ്സൺസ് ആണ്. എറിക്സൺ ആയിക്കോട്ടെ, സിഗ്മണ്ട് ഫ്രൂയിഡ് ആയിക്കോട്ടെ, സ്കിന്നറിന്റെ ഇടയ്ക്ക് ചോദിക്കുന്ന ബിഹേവിയർ മോഡിഫിക്കേഷൻ. സോ അങ്ങനത്തെ ആ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എറിക്സനെ ആണെങ്കിലും ഫ്രൂയിഡിനെ ആണെങ്കിലും സ്കിന്നറിനെ ആണെങ്കിലും ഒക്കെ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ ഈ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ എന്താണ് ഈ ഒരു സ്റ്റെപ്പിന്റെ കറക്റ്റ് ഇത് നോക്കിക്കേ. എങ്ങനെയാണ് ഇപ്പൊ നമുക്കറിയാം എറിക്സന്റെ സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ എറിക്സന്റെ സ്റ്റേജസ് ഉണ്ട്, ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നില്ല. അപ്പൊ അതിൽ ഓരോ സ്റ്റേജിലും ഉണ്ടാവുന്ന പ്രോസസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും എന്ത് ഡെവലപ്മെന്റ് ആണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ ഇന്നതാണ്, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ ഇന്നത്. ഇത് എറിക്സന്റെ ഈ ഒരു തിയറിയിൽ ബേസിക്കലി ഇങ്ങനെ തന്നെ പറയുന്നത്. ട്രസ്റ്റ് വാസസ് മിസ്ട്രസ്റ്റ്, ഇന്റിമസി വാസസ് ഐസൊലേഷൻ, ഓട്ടോണമി വാസസ് ഷെയിം, ഇനീഷ്യേറ്റീവ് വാസസ് ഗിൽട്ട്. ഈ ഒരു സംഭവം ഈ വാസസ് വെച്ചിട്ട് തന്നെ പറയുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു ഓർഡർ കിട്ടുന്നുണ്ടോ നോക്കിയേ. ഏറ്റവും ആദ്യം, അതായത് ഒരു കുട്ടി ജനിച്ചത് മുതൽ ഒരു 1.5 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ആ കുട്ടിക്ക് എന്തായിരിക്കും അല്ലെങ്കിൽ ഏത് ഡെവലപ്മെന്റ് സ്റ്റേജിലൂടെ ആയിരിക്കും കടന്നു പോകുക. നമുക്കറിയാം ഇൻഫൻസിലൂടെ കടന്നു പോകുന്നു. ഇൻഫൻസിൽ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് എന്താ? ട്രസ്റ്റ് വാസസ് മിസ്ട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? സോ വി വിൽ ബിഗിൻ വിത്ത് ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലായിരിക്കും ആദ്യം ഉണ്ടാവുക. ആദ്യം ട്രസ്റ്റ് വാസസ് മിസ്ട്രസ്റ്റ് ആയിരിക്കും. പിന്നീട് രണ്ടാമത്തെ ഘട്ടത്തിലാണ് ആ കുട്ടിക്ക് ഓട്ടോണമി വാസസ് ഷെയിം ഉണ്ടായിരിക്കുക. ഞാൻ ഇതിന്റെ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡ് ഒക്കെ ആയിട്ട് അതിന്റെ പിക്ചർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും. പിന്നീട് ഈ ഒരു 4 ഓപ്ഷനിൽ പിന്നീട് വരുന്നത് ഏതാണ്? ഇനീഷ്യേറ്റീവ് വാസസ് ഗിൽട്ട് ആണ്. പിന്നീടാണ് ഇന്റിമസി വാസസ് ഐസൊലേഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു ഓപ്ഷൻ നോക്കിയേ, DBAC. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ആൻസർ വരുന്നുണ്ടാവുക. ഏത് ഓപ്ഷൻ വരുന്നത്? ഇതേ കിടക്കുന്നു, DBAC. ഇതല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. DBAC എന്ന് പറയുന്നതാണ് ആൻസർ. ഓക്കെ,
നോക്കിക്കോളൂ, ഇതാണ് വരുന്നത് എറിക്സന്റെ 8 സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജ് നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ, ഇൻഫന്റ് സ്റ്റേജ് ആണ്. 0 മുതൽ 18 വയസ്സ്, അല്ലെങ്കിൽ 18 വയസ്സല്ല, 18 മാസം വരെയുള്ള കാലഘട്ടം, 1.5 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ കാലഘട്ടം. ആ സമയത്താണ് ഈ കുട്ടിക്ക് ട്രസ്റ്റ് അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, ആ ഒരു സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടില്ല അല്ലെ, കുട്ടിക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ് ഉണ്ടാവുന്നൊക്കെ ഈ ഒരു ഘട്ടത്തിലായിരിക്കും. അടുത്ത സ്റ്റേജിൽ വരുന്ന സമയത്ത് ടോഡ്ലർ സ്റ്റേജ് ആണ്, 18 വയസ്സ് മുതൽ അല്ലെങ്കിൽ 18 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഈ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കിട്ടേണ്ടത് ഈ ഒരു സമയത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഓട്ടോണമി വാസസ് ഷെയിം അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടാവും. കുട്ടി ഒരു സാധനം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഓട്ടോണമിയാണ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്താ ഉണ്ടായിരിക്കും, അവിടെ ഷെയിം അല്ലെങ്കിൽ ഡൗട്ട് ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും, ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ. പിന്നീട് ഏതുണ്ടാവുന്ന ഇനിഷ്യേറ്റീവ് വാസസ് ഗിൽറ്റ്. നമ്മളോട് ഈ 3 അതേ ഓർഡറിലാണ് ചോദിച്ചത്, ട്രസ്റ്റ് വാസസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വാസസ് ഷെയിം, ഇനീഷ്യേറ്റീവ് വാസസ് ഗിൽറ്റ്. പിന്നെ നമ്മളോട് ഏതാ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇന്റിമസി വാസസ് ഐസൊലേഷൻ. എപ്പോഴും ഒരു യങ് അഡൾട്ട്ഹുഡിലാണ് നിങ്ങൾക്ക് അത് തോന്നുന്നത് അല്ലെ, ഒരു ഇന്റിമസി വാസസ് ഐസൊലേഷൻ. ഒരു 21 മുതൽ 39 വരെയുള്ള ഒരു പ്രായത്തിൽ അല്ലെ. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആളുകളും ആ ഒരു പ്രായത്തിലായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇപ്പോ. ഓക്കെ, അപ്പൊ നോക്കട്ടെ, 21 മുതൽ 31 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്റിമസി വാസസ് ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള തന്നെ ജനറേറ്റിവിറ്റി വാസസ് സ്റ്റാഗ്നേഷൻ, ഏറ്റവും അവസാനം ഇന്റഗ്രിറ്റി വാസസ് ഡിസ്പെയർ. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ ആ ഒരു അഡൾട്ട്ഹുഡ് നോക്കിക്കേ, 13 മുതൽ 21 വയസ്സ് വരെ അഡൾട്ട്ഹുഡ്, അഡോളസൻസ് ഏജ് നോക്കിക്കേ, അവിടെ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അഡോളസൻസ് കഴിഞ്ഞാൽ ടീനേജ് ഒക്കെ കഴിയുന്ന സമയത്ത് ഐഡന്റിറ്റി വാസസ് റോൾ കൺഫ്യൂഷൻ അല്ലേ? ഒന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു സമയത്തായിരിക്കും ഐഡന്റിറ്റി റോൾ കൺഫ്യൂഷൻ ഒക്കെ ഭയങ്കര പീക്കിൽ നിൽക്കുന്നുണ്ടായിരിക്കും, ഒരു ടീനേജർ പീരീഡിൽ അല്ലെ. നമ്മളുടെ ആ ഒരു സെൽഫ് ഐഡന്റിറ്റിയിലും അതേപോലെ ആ ഒരു റോൾസിലും ഒക്കെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇത് അതിന്റെ ഒരു പിക്ചർ ഞാൻ ആഡ് ചെയ്തതെന്നുള്ളൂ ഫോർ യുവർ റെഫറൻസ്. നിങ്ങൾ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു സംഭവമായിട്ട്, റിക്സന്റെ 8 സ്റ്റേജസ് അതേപോലെ സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ ആണെങ്കിലും ഒന്നും സ്കിപ്പ് ചെയ്യരുത്. അതെന്തായാലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്കുകളായിട്ട്. ശരി, അപ്പൊ അതിന്റെ ആൻസർ ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത നോക്കിക്കേ, വിച്ച് അമംഗ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് കണ്ടന്റ് അനാലിസിസ്. അപ്പൊ നമുക്ക് കണ്ടന്റ് അനാലിസിസ് എന്താ എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ആൻസറിൽ എത്താൻ പറ്റുന്നത്. നമുക്കറിയാം കണ്ടന്റ് അനാലിസിസ് എന്തായിരിക്കും നമ്മൾ കുറച്ചും കൂടി ചെയ്യുന്നുണ്ടായിരിക്കും, ആ ഒരു കൺസെപ്റ്റ്, ഒരു കണ്ടന്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലെ വേർഡ്സിന്റെയോ അതല്ലെങ്കിൽ അതിലെ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും തീമിന്റെയോ ഒക്കെ ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ കണ്ടന്റ് അനാലിസിസ് എന്താ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും വായിക്കണം. നമുക്കറിയാം, നിങ്ങൾ റിസർച്ചിൽ എന്തായാലും വായിക്കുന്ന ഒരു സംഭവങ്ങളാണ് കണ്ടന്റ് അനാലിസിസ്, അതേപോലെ എത്തനോഗ്രഫിക് സ്റ്റഡീസ്, ക്വാളിറ്റേറ്റീവിൽ വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ അത് എന്തായാലും ബേസിക്കലി നിങ്ങൾ വായിച്ചു വെക്കുക, ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് അത് ഇൻഡെപ്ത് ആയിട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ പോലും, ഒരുപാട് വായിച്ചെത്തിയില്ലെങ്കിലും ആ ഒരു കൺസെപ്റ്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലാകണം. ഇപ്പൊ എത്തനോഗ്രഫിക് എന്ന് പറയുമ്പോൾ കൾച്ചർ റിലേറ്റഡ് ആണ് വരുന്നത്. കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടന്റിലെ വേർഡ്സിന്റെ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ തീംസിന്റെ ഫ്രീക്വൻസി ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് അനലൈസ് ചെയ്യുന്നുണ്ടാവുക. തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ബേസിക് സംഭവം മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, വിച്ച് അമംഗ് ഫോളോയിങ് ആർ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് കണ്ടന്റ് അനാലിസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലെല്ലാം അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്തായാലും ഷോർട്ട് ആയിട്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്തായാലും ഡിസഡ്വാൻറ്റേജ് ആയി പറയാനുള്ള ചാൻസസ് ഭയങ്കര കുറവല്ലേ. നിങ്ങൾ അങ്ങനെ ഒരു ചിന്തിച്ച് നോക്കിയേ, ഒരു സംഭവം ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ആയിട്ടല്ലേ നമ്മൾ പറയാം. സോ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് നിങ്ങൾ മാറ്റി വെച്ചോ, ബി എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ മാറ്റി വെച്ചു. ഇനി നോക്കിക്കോ, ഈ ഡിഫിക്കൽട്ട് ടു അസർട്ടൈൻ ദ ആൻസേഴ്സ് ടു വൈ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് അല്ലെങ്കിൽ വൈ ദിസ് ഹാപ്പൻസ് എന്നുള്ള ഒരു വൈ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുക എന്നുള്ളത് എന്താണ് ഈ ഒരു കണ്ടന്റ് അനാലിസിന്റെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരെണ്ണം ഞാൻ തന്നു. ഈ ഒരു എണ്ണം നിങ്ങൾക്ക് അറിയും, ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് നിങ്ങൾ മാറ്റി വെച്ചു. അതായത് ഫ്ലെക്സിബിലിറ്റി ഒരു ഡിസഡ്വാൻറ്റേജ് ആയി വരാനുള്ള ചാൻസ് ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ മാറ്റി വെച്ചു. ഡി എന്ന് പറയുന്നത് വൈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ബേസിക് ആയിട്ട് അതിന്റെ ഒരു സംഭവം വരുന്നത്. വൈ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല, ആ ഒരു ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. ഇത് രണ്ടും നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ സിയും ഡിയും ആണ് ആൻസർ വരുന്നത്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. അടുത്ത സ്ലൈഡ് നോക്കിക്കേ, കണ്ടോ ഞാൻ പറഞ്ഞില്ല, ഡി ഓപ്ഷൻ, അതായത് ഡി ആണ് കണ്ടന്റ് അനാലിസിന്റെ ബേസിക് ആയിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജ് ആയി നമ്മൾ പറയുന്നത്. വൈ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്നില്ല. സോ ഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ, ഡിയും ഡിയുടെ 2 ഓപ്ഷനേ വരുന്നുള്ളൂ, ബി ഐദർ ബി ഓർ ഡി അല്ലെങ്കിൽ സി ആൻഡ് ഡി, ഈ രണ്ടെണ്ണേ വരുന്നുള്ളൂ. അപ്പൊ ഇതിലെന്താ, ബി എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആണ്. ഫ്ലെക്സിബിലിറ്റി ഒരു ഡിസഡ്വാൻറ്റേജ് ആയി വരാനുള്ള ചാൻസ് ഇല്ല. സോ നമുക്ക് എന്താണ്, ബി ആൻഡ് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ബാക്കി എന്ത് മാത്രമേ വരുന്നുള്ളൂ, സി ആൻഡ് ഡി എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. സോ കണ്ടന്റ് അനാലിസിസ് എന്താണ്, ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു സംഭവം നിങ്ങൾക്ക് സുഖമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇനി അതൊന്നും ഇല്ലെങ്കിൽ വേണ്ട, ഫ്ലെക്സിബിലിറ്റി ഡിസഡ്വാൻറ്റേജ് വരില്ല എന്നുള്ള ഒറ്റ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസർ കിട്ടി. കാരണം എന്താ, ഫ്ലെക്സിബിലിറ്റി എ ബി സി മൂന്നിലും എന്ത് വരുന്നുണ്ട്, ബി എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്നാമത്തേലും രണ്ടാമത്തേലും മൂന്നാമത്തേലും ഓപ്ഷൻ ഉണ്ട് ബി. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഫ്ലെക്സിബിലിറ്റി ഡിസഡ്വാൻറ്റേജ് ആയി വരില്ല എന്ന് മാറ്റിയാൽ ഉത്തരവായി നിങ്ങൾക്ക് സി ആൻഡ് ഡി. സോ ആ ലോജിക്കും കൂടെ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യണം. എല്ലാം നിങ്ങൾക്ക് പഠിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ യു ഹാവ് ടു വർക്ക് യുവർ ലോജിക്.
എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചില ക്വസ്റ്റ്യൻസ് എങ്കിലും ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാം ലോജിക് കൊണ്ട് സോൾവ് ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദർ ആർ സർട്ടൻ ക്വസ്റ്റ്യൻസ് നമുക്കത് ലോജിക് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി. CND ആണ് അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത് നോക്കിയേ, അറിയുന്നതായിരിക്കും എല്ലാവരും. എന്താണ് എളുപ്പം ഉത്തരം വിചാരിച്ച് മനസ്സിലായത്. ബുക്ക് ടൈറ്റിൽ സോഷ്യൽ ഡയഗ്നോസിസ് വാസ് ഓതർഡ് ബൈ. ആരുടെയാണ് സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ബുക്ക്? അല്ലെ, നമുക്ക് ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണ്. യാതൊരു എക്സ്പ്ലനേഷൻ വേണ്ടാത്താണെന്ന് വിചാരിക്കുന്നു. മേരി റിച്ച്മണ്ട് ആണ് സോഷ്യൽ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള. സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന കോയിൻ ടേം ചെയ്തിരിക്കുന്ന ഈ ഒരു ബുക്കിലാണ്. സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു കോയിൻ ടേം ചെയ്തിരിക്കുന്ന ഏത് ബുക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് പറയണം. ഫസ്റ്റ് ആയിട്ട് കോയിൻ ചെയ്തത് സോഷ്യൽ ഡയഗ്നോസ് എന്ന് പറയുന്ന ബുക്കാണ്. 1917 ബുക്ക് ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ബുക്കിന്റെ ഒരു ഒറിജിനൽ പബ്ലിഷ് വരുന്നത് 1917 ഓക്കെ. അപ്പൊ സോഷ്യൽ ഡയഗ്നോസിസ് ആരെ എഴുതിയിട്ടുള്ള? മേരി റിച്ച്മണ്ട് ആണ് എഴുതിയിട്ടുള്ളത്. ഒരിക്കലും മറക്കരുത് കേട്ടോ. സോഷ്യൽ കേസ് വർക്ക് എന്നുള്ള ടേം കോയിൻ ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ആയിട്ട് കോയിൻ ചെയ്തതും ഈ ഒരു ബുക്കിലാണ്. ഓക്കെ, ശരി. അടുത്ത് നോക്കിയാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ അപ്രോച്ച് ആൻഡ് സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ അപ്രോച്ച് ആൻഡ് സ്ട്രക്ചറിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. സോ ഇതിന്റെ ആൻസർ വരുന്നത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഗസ് വർക്കെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യണം. സ്കിപ്പ് അടിച്ചു പോരുത്. കാരണം ഐതർ നിങ്ങൾക്ക് അത് നിങ്ങൾ കുത്തിക്കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഇല്ല. സോ നിങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല. തെറ്റിയോ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ശരിയാക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മാർക്സ് അല്ലെ. അപ്പൊ നിങ്ങൾ അത് കുത്താതെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ആൻസർ മാർക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിലൊരു സ്കോറും വീഴില്ല. സോ ടേക്ക് ദ റിസ്ക് എന്തായാലും നിങ്ങൾ എടുക്കണം. ഓക്കെ. സോ നിങ്ങൾക്ക് ഒരു ചോദ്യം അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും ഒരു ആൻസർ മനസ്സിൽ വിചാരിക്കും. ഇതിൽ രണ്ടെണ്ണം, ഞാൻ ഹിന്ദു കൂടെ പറയുന്നത്, ഇതിൽ രണ്ടെണ്ണം ആക്ച്വലി അവരുടെ അപ്രോച്ചിൽ വരുന്നതാണ്, രണ്ടെണ്ണം വരുന്നതല്ല. ഓക്കെ, അതിൽ ഒരെണ്ണം വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് എയും ബിയും ആണ് കേട്ടോ. ഹോളിസ്റ്റിക് അപ്രോച്ച്. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞത് ഒരു മൊത്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാർവത്രികമായിട്ടുള്ള ഒരു അപ്രോച്ച് എന്നൊക്കെ നമ്മൾ പറയില്ല. എല്ലാ തരത്തിലുമുള്ള ഒരു സംഭവം. അപ്പൊ നീതി ആയോഗ് പോലെ എന്താ നീതി ആയോഗ് എന്ന് പറയുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് NITA ഫുൾ ഫോം അല്ലെ. അല്ലെങ്കിൽ അത് ഫുൾ ആക്കി എഴുതുന്നത് അങ്ങനെയാണ്, NITI, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പൊ അങ്ങനെ ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ അല്ലേ നമുക്ക് പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അത് കുറച്ചും കൂടി ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ എ എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യണം. ആൻഡ് ദ B1 ഈസ് റിസർച്ച്. നമുക്കറിയാം ഓൾവേസ് ട്രാൻസ്ഫോർമേഷൻ റിക്വയർസ് റിസർച്ച്. റിസർച്ചിലൂടെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. അപ്പൊ ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് സിങ്ക് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ എയും ബിയും ആണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഓപ്ഷൻസ് നോക്കാം. നോക്കിക്കേ, A and B, C and D, A, B, C and A. Okay, so the answer is A and B. എയും ബിയും ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ശരി. നോക്കിക്കേ, നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. നിങ്ങൾ അത് പഠിച്ചു വെക്കാൻ വേണ്ട. NITI എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് NITIയുടെ അതിന്റെ ഒരു എക്സ്പാൻഷൻ എന്താ വരുന്നത് എന്നുള്ളത്. ഇത് പോളിസി തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓർത്ത് വെക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2015 മറക്കരുത്. 2015 എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്ന? പ്ലാനിംഗ് കമ്മീഷൻ. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് വന്നിട്ടുള്ളത്. നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ചെയർമാൻ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ എപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്? 1950 പ്ലാനിംഗ് കമ്മീഷൻ വന്നിട്ടുള്ളത് കേട്ടോ. അത് ഓർത്ത് വെക്കാം. ഓക്കെ, ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ടായിരുന്നു നമ്മുടെ 5 ഇയർ പ്ലാൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, 5 ഇയർ പ്ലാൻസ് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. വൺസ് ഇത് എന്താ പറയാ, പ്ലാനിംഗ് കമ്മീഷൻ 2014 കൂടെ പ്ലാനിംഗ് കമ്മീഷൻ എന്തായി. അതിനുശേഷം പിന്നെ എന്ത് വന്നിട്ടില്ല നമുക്കറിയാം. 5 ഇയർ പ്ലാനും അതോടുകൂടെ നിന്നിട്ടുണ്ട്. ഇപ്പൊ 5 ഇയർ പ്ലാൻസ് ഉണ്ടോ? സെൻട്രൽ ലെവലില് 5 ഇയർ പ്ലാൻസ് ഇപ്പൊ ഇല്ല കേട്ടോ. സോ 2050 തൊട്ടിട്ടാണ് നീതി ആയോഗ് വന്നിട്ടുള്ളത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അത്രയും കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ശരി, ഓക്കെ. അടുത്ത നോക്കിയേ, സെലക്ടിങ് എവറി 10th നെയിം ഇൻ ദ ലിസ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഇത് ഒരു നമുക്കറിയാം സാമ്പിളിങ്ങിന്റെ ഒരു ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു ലിസ്റ്റിൽ സെർട്ട് നമുക്കറിയാം സാമ്പിളിംഗ് ഫ്രെയിം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ മുന്നത്തെ ഒരു ചോദ്യത്തിൽ. അപ്പൊ സാമ്പിളിംഗ് ഫ്രെയിമിൽ എല്ലാ ആൾക്കാരും ലിസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ സാമ്പിളിനെ സെലക്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്? എല്ലാ 10th നെയിമും നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പൊ 10ാമത്തെ ആളെ നിങ്ങൾ ചൂസ് ചെയ്തു, 20ാമത്തെ ആളെ ചൂസ് ചെയ്തു, 30ാമത്തെ ആളെ ചൂസ് ചെയ്തു, 40ാമത്തെ ആൾ, 50ാമത്തെ ആൾ, അങ്ങനെ 10ാമത് വരുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ ചൂസ് ചെയ്ത് പോയി. ഇത് ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ബേസിക്കലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കിയേ. ക്വാട്ട സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ലോട്ടറി സാമ്പിളിംഗ്, ടിപ്പറ്റ് സാമ്പിളിംഗ്, അല്ലെങ്കിൽ ടിപ്പറ്റ് മെത്തേഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾക്ക് എളുപ്പം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോട്ടറി മെത്തേഡ് ഒന്നും ആവാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ലോട്ടറി എടുത്ത്, അല്ലെങ്കിൽ ലോട്ടറി എന്ന് പറയുന്നത് എന്താ ഭയങ്കര നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും? അല്ല, അത് കുറച്ചും കൂടെ
ആ ഒരു ലക്ക് ബേസ്ഡ് എന്നൊക്കെ നമ്മൾ പറയുന്നതല്ലേ, നമ്മളിങ്ങനെ നറുക്കിട്ടെടുക്കുന്നു, ലോട്ട് എടുക്കുന്നു, ഇതൊക്കെയല്ലേ കുറച്ചും കൂടി ലോട്ടറിയിൽ വരും. അവിടെ നമുക്ക് ഇങ്ങനെ നമുക്കായിട്ട്, അതായത് ഈ 10ാമത്തെ ആള് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ലല്ലോ, അത് കുറച്ചും കൂടെ അത് ആരാണോ കിട്ടുന്നത് അവരെടുക്കുന്നു. സോ ലോട്ടറി മെത്തേഡ് അല്ല, അത് നിങ്ങൾ സുഖമായിട്ട് എലിമിനേറ്റ് ചെയ്തോടെ. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആട്ടോ. സിസ്റ്റമാറ്റിക് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, എല്ലാ 10ാമത്തെ ആളെ ചൂസ് ചെയ്യുന്നു. ഭയങ്കര സിസ്റ്റമാറ്റിക് അല്ല ആയിട്ട് പോകുന്നത്. 10ാമത്തെ ആള്, 20ാമത്തെ ആള്, 30ാമത്തെ ആള്, 40ാമത്തെ ആള്, അതാണ് അത് പറയുന്നത്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. കോട്ട സാമ്പിളിംഗിൽ എന്തായിരിക്കും നമ്മൾ കുറച്ചുകൂടി ചെയ്യുക, ആളുകളെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാക്കി, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും മെയിൻ ആയിട്ട്, അതിന്റെ കുറെ സബ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ആ സബ് ഗ്രൂപ്പിൽ നമ്മൾ ഇപ്പൊ ഈ ഒരു സബ് ഗ്രൂപ്പിൽ ഞാൻ 2 പേര്, ഈ ഒരു സബ് ഗ്രൂപ്പിന് ഇത്ര ആള്, ഇത്ര ആള്, ഇത്ര ആളെന്ന് വെച്ചാൽ ഓരോ സബ് ഗ്രൂപ്പിന് നമ്മൾ കോട്ട അലോട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയില്ലേ, ഒരാൾക്ക് ഇത്ര കോട്ട എന്നൊക്കെ നമ്മൾ പറയില്ല. എന്താ കോട്ട എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ, ഇത്ര അളവ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അല്ലെ. അതേപോലെ തന്നെ സബ് ഗ്രൂപ്പുകളായി തിരിക്കുക, അതിന് ഇത്ര ആൾക്കാരെ വെച്ചിട്ട് എടുക്കുക, സാമ്പിളിലേക്ക് സെലക്ട് ചെയ്യുക, അതാണ് കോട്ട സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സെർട്ടൻ ഇന്റർവെല്ലുള്ളവരെ എടുത്തെടുത്ത് പോകുന്നു. ലോട്ടറി മെത്തേഡ്, നമ്മൾ ലോട്ട് ഇട്ട് എടുക്കണം എന്നൊക്കെ നമ്മൾ കുറച്ചുകൂടി ലോട്ടറി മെത്തേഡിൽ പറയും. ടിപ്പറ്റ്സ് മെത്തേഡ്, ടിപ്പറ്റ്സ് മെത്തേഡിലാണ് നമ്മൾ കുറച്ചും കൂടി ഒരു ടിപ്പറ്റ്സ് ടേബിൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ആ ഒരു ടേബിൾ ആണ്, അതിൽ സെർട്ടൻ നമ്പേഴ്സ് ഉണ്ടായിരിക്കും, കുറെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ നമ്പേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വ്യക്തികൾക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്നൊരു വളരെ റാൻഡം ആയിട്ട് ഒരു നമ്പർ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ആ നമ്പറിന് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും കുറെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യം ഇപ്പൊ 30 പേരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഐതർ നമുക്ക് വെർട്ടിക്കലി ആ 30 പേരെ വായിക്കാം, ആ നമ്പർ തൊട്ടിട്ടുള്ള 30 പേരെ വെർട്ടിക്കലി വായിക്കാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലി നമുക്ക് പിക്ക് ചെയ്തെടുക്കാം. സോ അതാണ് കുറച്ചും കൂടി ടിപ്പറ്റ്സ് മെത്തേഡ് വരുന്നത്. ടിപ്പറ്റ്സ് ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ടിപ്പറ്റ്സ് ടേബിൾ എന്ന് പറഞ്ഞാൽ കുറെ നമ്പേഴ്സ് ഉള്ള ടേബിൾ ആണ്, അത്രയും ഓർത്ത് വെക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി വരുന്നത്. ഇപ്പൊ ഇത് ഏതോ ആൻസർ പറഞ്ഞിട്ട് തന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ശരി, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അടുത്ത നോക്കിക്കേ, അറേഞ്ച് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് പ്രൊപ്പോസ്ഡ് ബൈ HP ട്രക്ക് ഇൻ അസെൻഡിങ് ഓർഡർ. എല്ലാവരും സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ചോദിച്ചു നോക്കിയാൽ അസെൻഡിങ് ഓർഡറിലാണ്. നമ്മളോട് പ്രിൻസിപ്പിൾ അല്ല ചോദിച്ചിരിക്കുന്നത്, പ്രിൻസിപ്പിൾസ് അവർ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് വേണം, ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം, അതല്ലെങ്കിൽ ഇതിന്റെ കറക്റ്റ് ഓർഡറിൽ എഴുതണം. അതാണ് ഇവിടുത്തെ ടാസ്ക്. ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ, നമ്മുടെ ആ ഒരു ലോജിക്ക് മാത്രമേ വേണ്ടൂ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നും വേണ്ട. നമ്മൾ എന്താ പറയാ, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഈ ജസ്റ്റ് ഈ പ്രിൻസിപ്പിൾസ് വായിച്ച് അതിന്റെ ഒരു യൂഷ്വൽ ഓർഡർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരമായി. റിസോഴ്സ് യൂട്ടിലൈസേഷൻ, പ്ലാൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻ, ഗ്രൂപ്പ് വർക്കിന്റെയാണ് നമ്മൾ പറയുന്നത്, ഡെമോക്രാറ്റിക് ഗ്രൂപ്പ് സെൽഫ് ഡിറ്റർമിനേഷൻ, കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ. ഗ്രൂപ്പ് വർക്ക് എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക, ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ടല്ലേ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും ഗ്രൂപ്പ് ഫോർമേഷൻ അല്ലേ വരിക, അതെന്തായാലും മണ്ണല്ലേ ഉണ്ടായിരിക്കുക. സോ പ്ലാൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻ വിൽ ബി ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾക്കറിയാം, നിങ്ങൾ കേസ് വർക്കിലൊക്കെ പഠിക്കുന്ന സംഭവമാണ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ. വ്യക്തികൾക്ക്, അതായത് അവരൊരു ഇൻഡിവിജ്വൽ ആണെന്നും അവർക്ക് അവരുടേതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആ ഒരു സംഭവം വരുന്നുണ്ട് ഇല്ലേ. സോ കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ ആണ്, അതായത് ഗ്രൂപ്പിൽ വരുന്ന മെമ്പേഴ്സ് എല്ലാം ഓരോ വ്യത്യസ്തമായ വ്യക്തികളാണ്, അതായത് ഇൻഡിവിജ്വൽസ് ആണ് എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ ഉണ്ട് അല്ലെ. സോ ദാറ്റ് കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്ത നോക്കിക്കേ, എന്താവാനാണ് ചാൻസ്, റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആവാനാണ് ചാൻസ്, ഡെമോക്രാറ്റിക് ഗ്രൂപ്പ് സെൽഫ് ഡിറ്റർമിനേഷൻ ആവാനാണ് ചാൻസ്. ഡെമോക്രാറ്റിക് ഗ്രൂപ്പ് സെൽഫ് ഡിറ്റർമിനേഷൻ ആണ്. നമ്മൾ ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ സെറ്റ് ആക്കിയിട്ടല്ലേ നമ്മൾ പിന്നെ റിസോഴ്സസിലേക്കൊക്കെ നിങ്ങൾ പോകേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ ഗ്രൂപ്പ് സെറ്റ് ആക്കണം, എന്നിട്ടല്ലേ റിസോഴ്സസിലേക്ക് പോവാം. സോ നിങ്ങൾക്ക് അടുത്ത എന്തിലേക്ക് പോവാം, റിസോഴ്സ് യൂട്ടിലൈസേഷനിലേക്ക് പോവാം. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇതല്ല, ഇതിന്റെ ഇടയിലും കുറെ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഞാൻ അതിന്റെ സ്ലൈഡ് ആഡ് ചെയ്യുന്ന മൊത്തം പ്രിൻസിപ്പിൾസിന്റെ ഓർഡർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ഓർഡർ എങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബി എന്ന് തുടങ്ങി BDCA എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. ഇതേ കിടക്കുന്നു, ഫസ്റ്റ് തന്നെ കിടക്കുന്നു, BDC ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, BDC ആണ് ആൻസർ വരുന്നത് കേട്ടോ. നോക്കിക്കേ, ഇതാണ് അതിന്റെ 10 പ്രിൻസിപ്പിൾസ് വരുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് പ്ലാൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻ, ഗ്രൂപ്പ് നിങ്ങൾ ഫോം ചെയ്യുന്നു, ഒബ്ജക്റ്റീവ് സെറ്റ് ആക്കുന്നു, പർപ്പസ്ഫുൾ വർക്കർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്കർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ആവുന്നു, കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ, ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തികളും വ്യത്യസ്ത വ്യക്തികളാണ്, അല്ലെങ്കിൽ വ്യത്യസ്തതയുള്ളവരാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഗൈഡഡ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ, ഗ്രൂപ്പിലുള്ള വ്യക്തികൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യിക്കുന്നു, നമ്മളുടെ ഒരു ഗൈഡൻസോട് കൂടെ അവർ ഇന്ററാക്ഷൻസ് നടത്തുന്നു. ഡെമോക്രാറ്റിക് ഗ്രൂപ്പ് സെൽഫ് ഡിറ്റർമിനേഷൻ, ഗ്രൂപ്പിന് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്നുള്ളത് ഗ്രൂപ്പ് തന്നെ തീരുമാനിക്കണം. പുറത്തുനിന്നുള്ളവരുടെ ഇൻഫ്ലുവൻസിലൂടെ ആയിരിക്കരുത് ആ തീരുമാനം വരരുത്, ഗ്രൂപ്പ് വർക്കറുടെ ഇൻഫ്ലുവൻസിലും അവരുടെ തീരുമാനം വരരുത്. They should have the autonomy to decide what they want and what they don't want. Okay. അടുത്ത നോക്കിയാൽ ഫ്ലെക്സിബിൾ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആയിരിക്കണം, പ്രോഗ്രസീവ് പ്രോഗ്രാം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നോക്കിക്കുക, റിസോഴ്സ് യൂട്ടിലൈസേഷൻ എവിടെ വരുന്നത്, നമുക്ക് 9ാമതാണ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ വരുന്നത്. സോ നിങ്ങൾ ആ സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചോ, ഒന്ന് കഴിഞ്ഞ് റിസോഴ്സും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേഷൻ നടത്തും. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്?
സോ നിങ്ങൾക്ക് ആ ഒരു ലോജിക്കൽ, നിങ്ങൾക്ക് ആ ഒരു പ്രിൻസിപ്പിൾസ് കാണാതെ പഠിക്കുക ഒന്നും വേണ്ട. അവിടെ എന്താ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്രിൻസിപ്പിൾസ് വന്നിട്ട് അത് ഓർഡർ ആക്കുക വേണ്ടു. സോ ആ ഒരു കോമൺ ഓർഡർ തന്നെയാണ് അതിന്റെ ഓർഡർ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ശരി. അടുത്ത നോക്കിയ ഫണ്ടിങ് സോഴ്സ് ഓഫ് വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം. വൺ സ്റ്റോപ്പ് സെന്റർ സ്കീമിന്റെ ഫണ്ടിങ് സോഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വൺ സ്റ്റോപ്പ് സെന്റർ സ്കീമിനെ കുറിച്ച് അല്ലെങ്കിൽ വൺ സ്റ്റോപ്പ് സെന്റർ സ്കീമിനെ കുറിച്ച് അറിയുന്നവർക്ക് എളുപ്പം കിട്ടുന്ന ഒരു ആൻസർ ആണ്. അല്ലാത്തവർക്ക് ആ ഒരു സ്കീം എന്താന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം ആർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ, നിർഭയ ഫണ്ട് എന്നാട്ടോ നമ്മൾ എടുക്കുന്നത്. നിർഭയ ഫണ്ട് എന്നാണ് സ്കീം എന്ന് പറയുന്നത്. വിമണിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അതാ ഞാൻ പറഞ്ഞ സ്കീം എന്താ നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ എടുക്കുമായിരുന്നു. സോ നിർഭയ ഫണ്ട് എന്നാണ് നമ്മൾ എടുക്കുന്നത്. ദ സ്കീം ഈസ് പെർട്ടിക്കുലർലി ഫോർ വിമൻ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. സ്കീം നോക്കിക്കേ. വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് എന്ന് പറയുന്നത് സപ്പോർട്ട് വിമൻ അഫക്റ്റഡ് ബൈ വയലൻസ്. വയലൻസ് പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് സ്പേസസിൽ വയലൻസ് അഫക്ട് ചെയ്തിട്ടുള്ള വിമണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൺ സ്റ്റോപ്പ് സെന്റർ സ്കീംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്തിൻ ഫാമിലി ആയിരിക്കാം, കമ്മ്യൂണിറ്റി ആയിരിക്കാം, വർക്ക് പ്ലേസ് ആയിരിക്കാം, പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് സ്പേസസ് ആയിരിക്കാം. ഇവിടെയൊക്കെ ഈ പറയുന്ന പോലെ വയലൻസ് അഫക്ട് ചെയ്തിട്ടുള്ള വിമണിനെ സപ്പോർട്ട് ചെയ്യാൻ ഇറ്റ് ഈസ് 100% സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഓർത്ത് വെക്കുക, സ്കീം എന്ന് പറയുന്നത് സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ്. 100%ഉം സെൻട്രൽ ആണ് സ്പോൺസർ ചെയ്യുന്നത് മനസ്സിലാക്കുക. അണ്ടർ ദ നിർഭയ ഫണ്ട്, നിർഭയ ഫണ്ടിന്റെ അണ്ടറിലാണ് സ്പോൺസർ ചെയ്യുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് നോക്കിക്കേ. നമ്മൾ പറഞ്ഞ തന്നെ പ്രൊവൈഡ് ഇന്റഗ്രേറ്റഡ് സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് ടു വിമൻ. വിമണിന് സപ്പോർട്ട് കൊടുക്കുക, അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ്. വയലൻസിന് അഫക്റ്റ് ആയിട്ടുള്ള വിമൺ, അതേപോലെ അത് ഈ പറയുന്ന പോലെ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് സ്പേസസ് അണ്ടർ വൺ റൂഫ്, ഒരു കുടക്കീഴിൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഉണ്ടെന്നിട്ടാണ് വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്. പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വൺ സ്റ്റോപ്പ് സെന്റർ. അപ്പൊ ദാറ്റ്സ് എ നമ്പറിലാണ്, അതായത് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ടു ഫെസിലിറ്റേറ്റ് ഇമ്മീഡിയറ്റ് എമർജൻസി ആൻഡ് നോൺ എമർജൻസി ആക്സസ് ടു എ റേഞ്ച് ഓഫ് സർവീസസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ, ലീഗൽ, സൈക്കോളജിക്കൽ ആൻഡ് കൗൺസിലിംഗ് സപ്പോർട്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ വിമൻസിന് ഇതിന്റെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. 100% സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. നിർഭയ ഫണ്ട് എന്നാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതുകൊണ്ട് പ്രാവശ്യം വീണ്ടും നിർഭയ ഫണ്ട് എന്നാണ് എടുത്തതെന്നുള്ള ചോദ്യം വരാൻ ചാൻസ് കുറവാണ്. എന്നാൽ പോലും ഓർത്ത് വയ്ക്കുക എന്ത് തരത്തിലുള്ള സ്കീമാണ്, ആരെയാണ് ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ശരി. അവിടെ നോക്കിയേ, വിച്ച് ഔട്ട് ഓഫ് ദിസ് ഈസ് നോട്ട് എ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം. ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര എളുപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം, ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധമില്ലാത്ത പദ്ധതി ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ നോക്കി, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഒരു റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവരുന്നു. എന്തായിരിക്കും അതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത്? അൾട്ടിമേറ്റ് ഉദ്ദേശം അല്ലെങ്കിൽ പോലും അതിന്റെ ഒരു ഉദ്ദേശമായിട്ട് പോവർട്ടി എലിവേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ടോ? എന്തായാലും ഉണ്ട്. റൂറൽ ഡെവലപ്മെന്റ് നമ്മൾ എന്തിനു വേണ്ടി നടത്തുന്നത്? റൂറൽ ഏരിയാസിലുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവിടുത്തെ പോവർട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി എ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, അല്ലെ, റൂറൽ വ്യക്തികളെ, റൂറൽ ഏരിയയിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ഒരു ജീവനോപാധി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ജീവനോപാധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള സംഭവം, അതെന്തായാലും നമ്മൾ പോവർട്ടി എലിവേഷന് വേണ്ടി ചെയ്യുന്നതല്ലേ, എന്തായാലും വരും. ഇനി പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെണ്ടർ ആത്മനിർഭർ നിധി, അല്ലെ, എന്താ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ട്രീറ്റിൽ തെരുവ് കച്ചവടക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പരിപാടി ഇല്ലേ അത്, അതെന്തായാലും അവരുടെ പോവർട്ടി എലിവേഷന് വേണ്ടിയിട്ടല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആ സ്കീം എന്തായാലും വരില്ലേ, വരും. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് നോട്ട് എ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം എന്ന് ചോദിച്ചിരിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധമില്ലാത്ത പദ്ധതി ഏതാണ്? അടുത്ത് നോക്കിയാൽ ഡ്രാഫ്റ്റ് കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീം. 2023 വന്ന കാർബൺ ക്രെഡിറ്റ്, അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പോവർട്ടി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്, അത് പോവർട്ടി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ല. കുറച്ചും കൂടെ നമുക്ക് ഈ പറയുന്ന പോലെ എൻവയോൺമെന്റ് ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെ. സോ ദാറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു പോവർട്ടി. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? ഡി ഓൺലിയാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ടി എന്ന് പറയുന്ന ഡി കാർബൺ ക്രെഡിറ്റ് സ്കീമോ മാത്രം എന്തിന്റെ അണ്ടറിൽ വരുന്നില്ല, പോവർട്ടി എലിവേഷൻ എന്നുള്ള ഒരു ഗോളോടുകൂടി വന്നിട്ടുള്ളതല്ല. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ശരി. നോക്കിക്കേ, ഈ ഒരു നോക്കിക്കേ, ദ നോൺ വയലന്റ് മെത്തേഡ് വിച്ച് സത്യാഗ്രഹീസ് മേ എംപ്ലോയ് ടു ഡെവലപ്പ് ദ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ആർ. നമ്മൾ ചോദിക്കുക സത്യാഗ്രഹമാണ്. അപ്പൊ സത്യാഗ്രഹത്തിന്റെ സമയത്ത് യൂസ് ചെയ്യുന്ന നോൺ വയലന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതില് ഈസിലി നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഒന്ന് ജസ്റ്റ് നോക്കിയേ, ഫാസ്റ്റിംഗ് എന്തായാലും വരുന്ന നിങ്ങൾക്ക് ചോദിച്ചുകൂടെ? അതായത് നിരാഹാരം കിടക്കുക, അത് എന്തായാലും ഒരു നോൺ വയലന്റ് മെത്തേഡ് അല്ലേ? സമാധാനപൂർണമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ലേ, സത്യാഗ്രഹീസ് ചെയ്യുന്നതല്ലേ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ എന്തായാലും ഫാസ്റ്റിംഗ് വരുന്നുണ്ട്. അടുത്ത നോക്കിക്കേ, ഹർത്താൽ. ഹർത്താൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹർത്താലിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ചിന്തിക്കേണ്ട. ആക്ച്വലി ഹർത്താൽ എന്ന് പറയുന്നത് ഒരു നോൺ വയലന്റ് മെത്തേഡ് ആയിട്ട് പറയുന്നതാണ്. ഹർത്താൽ എന്ന് പറയുന്നത് വയലന്റ് ഒന്നും ഉണ്ടാക്കാതെ വളരെ സമാധാനപൂർവമായിട്ട് ഒരു മൂവ്മെന്റ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. സോ ഹർത്താൽ ഉണ്ട് ഇതിൽ.
വരാത്തതായി വരുന്നത് ക്വേസി പിക്കറ്റിംഗ് ആണ്. അതായത് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നു. ക്വേസി എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം തന്നെ എന്താ, ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും കാര്യം ചെയ്യിക്കുന്നതല്ലേ. ഫോഴ്സ്ഫുള്ളി പിക്കറ്റിംഗ് നടത്തുക എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം നോൺ വയലൻസിൽ എവിടെയാ ഫോഴ്സ്ഫുൾ വരിക, അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തിക്കൊണ്ട് അതല്ലെങ്കിൽ നിർബന്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് നോൺ വയലന്റ് അല്ലെ. അപ്പൊ സി ഒഴിച്ച് ബാക്കി മൂന്നെണ്ണം എന്താണ്, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമാണ്. സോഷ്യൽ ഒബ്സർവേഷൻ വരും അല്ലെ. സോഷ്യൽ ഒബ്സർവേഷൻസിന്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ നിന്നും ആ ഒരു പിന്തിരിയിലൊക്കെ നമ്മൾ വരുന്നത് അല്ലെ. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഏതൊക്കെ വരുന്നത്, എ വരും, ബി വരും, ഡി വരും. ഇത് മൂന്നും ചേർന്നാണ് എന്തെന്ന് പറയുന്നത്, നോൺ വയലന്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി, എ ബി ഡി വരുന്നത് ഇല്ലേ, എ ബി ഡി ഓപ്ഷൻ ഇല്ലേ. സോ എ ബി ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഇനി നിങ്ങൾ കേട്ടാൽ മനസ്സിലാക്കുന്നുണ്ട്, ഹർത്താൽ എന്ന് പറയുന്നത് സമാധാനപൂർണ്ണമാണ്. ഓക്കെ, വിച്ച് ഈസ് നോട്ട് എ കീ ആസ്പെക്ട് ഓഫ് എത്തനോഗ്രഫിക്. ഞാൻ കുറച്ച് മുന്നേ നിങ്ങളോട് പറഞ്ഞല്ലേ, എത്തനോഗ്രഫിക് റിസർച്ച് എന്നുള്ള ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അത് പഠിച്ചിരിക്കണം, സ്കിപ്പ് ചെയ്യരുത് എന്നുള്ള ഒരു സംഭവം. എത്തനോഗ്രഫിക് അതേപോലെ കണ്ടന്റ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നോക്കി വെക്കുക. അതിന്റെ ബേസ് ആണ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അതിൽ പോയില്ലെങ്കിലും ബേസിക്കലി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. സോ നോക്കിക്കേ, എത്തനോഗ്രഫിക്കിന്റെ കീ ആസ്പെക്ട് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്തനോഗ്രഫിക് സ്റ്റഡി എന്ന് പറയുന്നത് കുറച്ചും കൂടെ, എത്തനോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അത് കൾച്ചർ റിലേറ്റഡ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവരുടെ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിന്റെ അവരുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ടായിരിക്കും നമ്മൾ അത്തരം റിസർച്ചുകൾ നടത്തുന്നുണ്ടായിരിക്കും. നമ്മൾ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ആ ഒരു ഇൻ ഗ്രൂപ്പിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ അത് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ അവരിൽ ഒരാളായി നിന്നാ ചെയ്യുന്നത്. സോ ഡാറ്റ കളക്ഷൻ എന്തായാലും വരുന്നുണ്ടാവും. നമുക്ക് എന്തായാലും ഡാറ്റ വെച്ചിട്ടല്ലേ നമ്മൾ റിസർച്ച് ചെയ്യും. സോ ഡാറ്റ കളക്ഷൻ ഈസ് ഒബ്വിയസ്ലി ഇത്. നമ്മളോട് ഏതല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കോണ്ടെക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും നമുക്ക് വേണ്ടല്ല, അപ്പൊ അതും ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നമ്മൾ അവരിൽ ഒരാളായി നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ അവരിൽ ഒരാളായി പാർട്ടിസിപ്പന്റ് ആവുന്നു, എന്നിട്ടാണ് നമ്മൾ ചുറ്റുമുള്ളത് നോക്കിക്കാണുന്നത്. സോ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും എന്തിന്റെ ഭാഗമാണ്, എത്തനോഗ്രഫിക് റിസർച്ചിന്റെ ഭാഗമാണ്. സാമ്പിൾ സർവേ എന്തിന്റെ ഭാഗമല്ല, എത്തനോഗ്രഫിക് റിസർച്ചിന്റെ ഭാഗമല്ല. കാരണം എന്താ, നമ്മൾ അവിടെ സാമ്പിൾ എടുത്ത് ആ സാമ്പിളിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച് ഡാറ്റ കളക്ട് ചെയ്ത്, സർവേ വഴിയാണ് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നിങ്ങൾ അവർക്ക് ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത്? അല്ല, അവരുടെ എത്തനിക് ആയിട്ടുള്ള സംഭവങ്ങൾ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ എത്തനോഗ്രഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ ആ സമയത്ത് നമ്മൾ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ത്രൂ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ വഴിയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അല്ലാതെ അവരുടെ അടുത്ത് ഒരു സർവേ ഫോമും കൊണ്ടുപോയിട്ടല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ക്വസ്റ്റ്യനേഴ്സ് യൂസ് ചെയ്തിട്ടൊന്നും അല്ല നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സോ സർവേ മെത്തേഡ് അല്ലെങ്കിൽ സാമ്പിൾ സർവേ എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമല്ല, എത്തനോഗ്രഫിക് റിസർച്ചിന്റെ ഭാഗമായിട്ടല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നോട്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ആൻസർ എന്താ വരിക, സാമ്പിൾ സർവേ ആണ് വരിക. നോക്കിയേ, സാമ്പിൾ സർവേ ആണ്, വിച്ച് ഈസ് നോട്ട് എ കീ ആസ്പെക്ട് ഓഫ് എത്തനോഗ്രഫിക് റിസർച്ച്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ശരി. അടുത്ത് നോക്കിയേ, അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ ഇൻ ദ സോഷ്യൽ കോമ്പറ്റൻസ് ബ്രേക്ക് ഡൗൺ മോഡൽ ഓഫ് ഏജിംഗ്. ബ്രേക്ക് ഡൗൺ മോഡൽ, ഏജിങ്ങിന്റെ ബ്രേക്ക് ഡൗൺ മോഡലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ കോമ്പറ്റൻസോ അതല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ മോഡലോ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, റോൾ ലോസ് ഒരു എൽഡർലി ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രായമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് റോൾ ലോസ് ഉണ്ടാകുന്നു. അതായത് ആ വ്യക്തി മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കുറെ റോളുകൾ ഉണ്ടായിരിക്കും, ആ റോളുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. സെൽഫ് ലാബിലിംഗ് ദാറ്റ് റിഫ്ലക്ട് സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജസ് അല്ലെ. ആ വ്യക്തിക്ക് ഒരു സെൽഫ് ലേബിളിംഗ് ഉണ്ടാവും, എനിക്ക് പ്രായമായി, ഞാൻ ഡിപ്പെൻഡന്റ് ആണ്, എനിക്ക് കേപ്പബിൾ ആവണം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇൻകേപ്പബിൾ ആണ്, എനിക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ ഞാൻ കുറച്ചും കൂടി ഇൻകോമ്പിറ്റന്റ് ആണ്, തുടങ്ങിയ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ഇല്ല. അതിന്റെ ബേസിസിൽ ഇയാൾക്ക് തോന്നുന്നതാണ്, സെൽഫ് ലേബിൾ ചെയ്യാണ്, ഓ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അടുത്ത നോക്കിയാൽ സോഷ്യൽ കോമ്പിറ്റൻസ് ഓർ ഇൻകോമ്പിറ്റൻസ്. അയാൾക്ക് സോഷ്യലി ഒരു കോമ്പിറ്റന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. തിങ്സ് നെഗറ്റീവ്ലി ആൻഡ് ബിക്കംസ് ഡിസ്കംഫർട്ട്. ഇത്രയാണ് 4 ഓപ്ഷൻസ്. ഇതിന് ഇതൊന്നും നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിക്കേ. സോ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനം, ബി കഴിഞ്ഞിട്ടായിരിക്കും ഡി വരിക. ബിയിൽ എന്താ പറയുന്നത്, ആദ്യം നമ്മൾ സെൽഫ് ലേബിളിംഗ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, എനിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ സെൽഫ് ലേബിളിംഗ് ചെയ്യുന്നു. ഒരു പ്രായമായ വ്യക്തി സെൽഫ് ലേബിളിംഗ് ചെയ്യുന്നു. തിങ്സ് നെഗറ്റീവ്ലി ആൻഡ് ബിക്കം ഡിപ്പെൻഡന്റ്. അപ്പൊ അങ്ങനെ പുള്ളി ചിന്തിച്ച് സെൽഫ് ലേബിളിംഗ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു, ആ വ്യക്തി ഒരു ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി അല്ല, ഡിപ്പെൻഡന്റ് ആയിട്ട് മാറുന്നു. അതാണ് സംഭവിക്കുന്നത്. സോ ബി കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും ഡി വരിക എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, എയും സിയും കൂടെ നോക്കിക്കേ. സോ ബിയും ഡിയും അവസാനത്തേക്ക് വരുന്ന 3ഉം 4ഉം ബിയും ഡിയും ആണ്. അപ്പൊ എയും സിയും ആണ് ഞാൻ ആദ്യത്തെ 2 വരിക. റോൾ ലോസ് ആയിരിക്കും ആദ്യം സംഭവിക്കുന്നുണ്ടായിരിക്കും, അത് സോഷ്യൽ കോമ്പിറ്റൻസ് അല്ലെങ്കിൽ ഇൻകോമ്പിറ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ ആദ്യം പുള്ളിക്ക് സോഷ്യലി ഇടപഴകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സോഷ്യലി കോമ്പിറ്റൻസോ ഇൻകോമ്പിറ്റൻസോ കാണിക്കണം, എങ്കിൽ മാത്രം അതിന് ശേഷമായിരിക്കും എന്ത് സംഭവിക്കുന്നുണ്ടാവുക, അവർ ഇൻകോമ്പിറ്റന്റ് ആണ് എന്നുള്ള ഒരു ഘട്ടത്തിലാണ് റോൾ ലോസ് ഒക്കെ വ്യക്തി ഡയഗ്നൈസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ നമുക്ക് ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവും, ആദ്യം സി വരും, പിന്നെ എ വരും, പിന്നെ ബി വരും, ഡി വരും. സി എ ബി ഡി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. സി എ ബി ഡി ഇതല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ,
ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ലോജിക്കൽ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറ്റും. ഇനിയിപ്പോ ബിയും ഡിയും അവസാനം വരുന്ന രണ്ട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്, എന്നാൽ പോലും ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. കാരണം സി എ ബി ഡിയും വരുന്നുണ്ട്, എ സി ബി ഡിയും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ അവിടെ കറക്റ്റ് കിട്ടിയാൽ മതി. അതായത് ആദ്യ ആൾ കോമ്പിറ്റന്റ് ആവണം, ഇൻകോമ്പിറ്റന്റ് ആവുന്നു, അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്ക് റോൾ ലോസ് ഉണ്ടാവുന്നു, അതിന്റെ ഭാഗമായിട്ട് സെൽഫ് ലേബലിംഗ് തുടങ്ങുന്നു, അവസാനം ഡിപെൻഡന്റ് ആയിട്ട് മാറുന്നു. അത്രേ ആ കഥയുള്ളൂ ആക്ച്വലി. നമ്മൾ ആ ഒരു കണക്ഷൻ കിട്ടിയാൽ ഭയങ്കര സെറ്റാണ്. ഓക്കെ, ശരി. അടുത്ത നോക്കിക്കുക, അറേഞ്ച് ദ ഫോളോയിങ് കീ ടാസ്ക് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ അസെൻഡിങ് ഓർഡർ. സിമ്പിൾ ആണ്, വേഗം നോക്കിക്കോളൂ എങ്ങനെയാ വരുന്ന ഓർഡർ നോക്കിക്കേ. ഒരു അഡ്മിനിസ്ട്രേഷനിലാണ് നിങ്ങൾ നടക്കുന്ന പരിപാടി നടക്കുന്നതെന്ന് വിചാരിക്കുക. ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ലേ. ഒരു പ്ലാൻ വേണ്ടേ? എന്ത് ചെയ്യുമ്പോഴും ഒരു പ്ലാൻ വേണ്ടേ? എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണം, അങ്ങനെ പറയില്ലേ. സോ ആദ്യം നമ്മൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്തു. പ്ലാൻ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ അതിന് ശേഷം അതിന് വേണ്ട ഡിപ്പാർട്ട്മെന്റലൈസേഷൻ നടത്തി. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റലായിട്ട് ഇന്ന ഒരു കാര്യം നടത്താൻ വേണ്ടി നമ്മൾ, നിങ്ങൾ ട്രിപ്പ് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ജോലിയിലൊക്കെ ചെയ്യുന്ന ഒരു സംഭവമില്ലേ, നമ്മൾ ആദ്യം പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനടി കമ്മിറ്റി ഇരിക്കും. എന്തിനാ കമ്മിറ്റി ഇരിക്കുന്നത്? അതത് കമ്മിറ്റിയുടെ കാര്യങ്ങൾ അവർ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻസ് കമ്മിറ്റി ഉണ്ടായിരിക്കും, ഒരു മാർക്കറ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കും, അല്ലെ, ഒരു അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി ഉണ്ടാവും. ഇത് എന്തിനാണ് കമ്മിറ്റി? ഫുഡ് കമ്മിറ്റി ഉണ്ടായിരിക്കും, ട്രാവൽ കമ്മിറ്റി ഉണ്ടായിരിക്കും. ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് വരുന്നത്? ആ കമ്മിറ്റിയിലെ കാര്യങ്ങൾ വൃത്തിക്ക് നോക്കാൻ വേണ്ടിയിട്ട്. സോ ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ഉണ്ടാക്കിയ വഴിക്ക് നമ്മൾ എന്താ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ നടത്തി. ഇനി ഡിപ്പാർട്ട്മെന്റലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കമ്മിറ്റികൾ തിരിച്ചു. കമ്മിറ്റി തിരിച്ചു കഴിഞ്ഞാൽ വേണം എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ കമ്മിറ്റിയിലേക്ക് ആളെ ഇടണ്ടേ, ആളെ കൊണ്ടുവരണ്ടേ? കമ്മിറ്റിയുടെ കാര്യം നോക്കാം. കമ്മിറ്റിക്ക് ഒരു ലീഡർ വേണം, കമ്മിറ്റിയിലേക്ക് കുറച്ച് ആളുകളൊക്കെ വേണം. സോ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിക്രൂട്ട്മെന്റ് ആൻഡ് അപ്പോയിന്റ്മെന്റിൽ നടത്തുക. ആ കമ്മിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വേറെ ആളുകളെ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ആ ആളുകൾക്കിടയിൽ ഒരു കോർഡിനേഷൻ വേണ്ട. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ ഒരു കമ്മിറ്റിയിൽ ഒരാളെ പിടിച്ച് ലീഡർ ആക്കുന്നു. അയാളുടെ അണ്ടറിൽ കുറച്ച് പേര് വരുന്നു. അപ്പൊ അവര് തമ്മിൽ ഒരു ഗ്രൂപ്പ് ഒന്ന് സിങ്ക് ആവാൻ വേണ്ടി നോക്കുന്നു. സോ വി വിൽ ഡെവലപ്പ് കോർഡിനേഷൻ ഇൻ ബിറ്റ്വീൻ ദ ടീം. ഏറ്റവും അവസാനം എന്ത് ചെയ്യും? നമ്മൾ കമ്മിറ്റിയോട് പറയും, കമ്മിറ്റി ബഡ്ജറ്റ് തരണം, എന്താണ് പരിപാടി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ബഡ്ജറ്റ് എത്ര വൃത്തിയായിട്ട് തരണം എന്ന് പറയുന്നു. സോ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് എല്ലാ കമ്മിറ്റികളും അവരവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആ കമ്മിറ്റി റിക്വയർമെന്റ്സ് കാണിച്ചുകൊണ്ട് ഒരു ഇത് കൊടുക്കുന്നു. അതിന്റെ ബേസിസിൽ നമ്മൾ ഫൈനൽ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നു. ഇങ്ങനെയല്ലേ പോകുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിനിസ്ട്രേഷന്റെ മൊത്തം കഥ അറിയണമെന്നുണ്ടോ? വേണ്ട. നമ്മൾ ലോജിക്കലി നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരു സംഭവത്തിനെ വെച്ച് കണക്ട് ചെയ്താൽ മതി. ഇപ്പൊ നോക്കി എങ്ങനെ അതിന്റെ ആൻസർ വരുന്നുണ്ടായിരിക്കും. കാരണം ഈ തിയറീസ് എല്ലാം ഉണ്ടായി വരുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ്. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ഉണ്ടായാൽ മതി. ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ ഓരോ പ്രോസസ്സിനാണ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു ധാരണ വേണം. അപ്പൊ അതിന്നാണ് തിയറീസ് വന്നിട്ടില്ല. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ തന്നെയാണ് നമ്മളോട് നോക്കുന്നത്. നോക്കിയേ, അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് പ്ലാൻസ് എയിൽ തുടങ്ങി. സോ ADBEC അതല്ല അതിന്റെ ആൻസർ വരുന്നത്. നോക്കിക്കേ, ADBEC ഇതല്ല അതിന്റെ ആൻസർ വരുന്നത്. തേർഡ് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്ന ഓർഡർ എങ്ങനെയാണുള്ളത്? ഓക്കെ, ശരി. ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ളതാണ്. കറന്റ് നമ്പർ ഓഫ് മെമ്പർ സ്റ്റേറ്റ്സ് ഇൻ ILOയിലെ നമ്പർ സ്റ്റേറ്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. സോ 187 മെമ്പേഴ്സ് ആണുള്ളത്. എനിക്ക് 2016 സമയത്തായിട്ടാണ് ലാസ്റ്റ് മെമ്പർ ആഡ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. അതെ, ആ ഒരു സമയത്താണ് വരുന്നത്. 186 യുണൈറ്റഡ് നേഷൻസിലുള്ള 186 നേഷൻസും പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ 186 അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഐലൻഡും കൂടിയാണ് മൊത്തം വരുന്നത്. 187 ഒരെണ്ണം ഒരു ഐലൻഡ്, അങ്ങനെയാണ് അതിൽ പറയാം. 186 പ്ലസ് ആ ഐലൻഡിന്റെ പേരുമാണ് പറയുന്നത്. ഐലൻഡിന്റെ പേര് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതിനാണ് എൻ്റെ ഇത് വരുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് വായിക്കുന്ന നല്ലതായിരിക്കും. ILOന്റെ മെമ്പേഴ്സ് ഇന്ത്യ മെമ്പറാണ്. ഇന്ത്യയുടെ ഇന്ത്യയുടെ നൈബറിംഗിൽ കിടക്കുന്ന ഒരുവിധം എല്ലാ കൺട്രീസും മെമ്പേഴ്സ് ആണ്, എക്സെപ്റ്റ് ഭൂട്ടാൻ. ഭൂട്ടാൻ ഒരു മെമ്പർ അല്ല. സോ ബാക്കിയുള്ള എല്ലാ കൺട്രീസും ILOയിലെ മെമ്പർ ആണ്. ഓക്കെ, ശരി. 187 മെമ്പേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, കേസ് ഇപ്പൊ നിങ്ങൾ അതിന്റെ കൂടെ ഓർത്ത് വെക്കുക. ഇപ്പൊ റീസെന്റ് ഏതെങ്കിലും പുതിയ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആരെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക. അപ്പൊ റീസെന്റ് ആസിയാനില് ആരെ ആഡ് ചെയ്തിട്ട്? തിമോർ ലെസ്തെ ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു മെമ്പർ ആയിട്ട് തിമോർ ലെസ്തെ വന്നിട്ടുണ്ട് കേട്ടോ. വളരെ റീസെന്റ് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഈ മാസം തന്നെ, ഈ മാസമല്ല, ഒക്ടോബറിലൊക്കെ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. തിമോർ ലെസ്തെ ആസിയാനിലെ മെമ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ റീസെന്റ് ആയിട്ട് ഏതെങ്കിലും ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ ആരെങ്കിലും പുതിയ മെമ്പേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നതല്ലായിരിക്കും. ഓക്കെ, കേസ് വർക്ക് റിലേഷൻഷിപ്പ് കണ്ടെയ്ൻസ് ദ എലമെന്റ്സ് ഓഫ്. കേസ് വർക്ക് റിലേഷൻഷിപ്പിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സെപ്റ്റൻസ്, എക്സ്പെക്ടേഷൻ, സ്റ്റിമുലേഷൻ, ഡിസ്ലൊക്കേഷൻ. ഈ മൂന്നെണ്ണത്തിൽ തന്നെ ഈ മൂന്നെണ്ണം ഇതിൽ എലമെന്റ്സ് ആയി വരുന്നതാണ്. ഒരെണ്ണം ഇതിലെ എലമെന്റ് അല്ല. ആക്സെപ്റ്റൻസ് കേസ് വർക്കിൽ വരുമോ? വരില്ലേ? എന്തായാലും വരും. നമ്മൾ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നതല്ലേ, പ്രിൻസിപ്പിൾ ഓഫ് ആക്സെപ്റ്റൻസ്. എക്സ്പെക്ടേഷൻ വരുമോ? വരില്ലേ? എക്സ്പെക്ടേഷൻ വരും. സ്റ്റിമുലേഷൻ വരുമോ? വരില്ലേ? ഉത്തേജനം അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ സ്റ്റിമുലേഷൻസ് വേണം.
ഡിസ്ലൊക്കേഷൻ ഒരു എലമെന്റ് അല്ല. നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു എലമെന്റ് അല്ല, അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒന്നും കേസ് വർക്കിന്റെ ഒരു എലമെന്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ല. സോ ഇതിന്റെ ആൻസർ എങ്ങനെ വരിക? ABC. അതിന്റെ ഓപ്ഷൻ ഉണ്ടോ? ഈ കിടക്കുന്നു. ABC ആണ് കേസ് വർക്കിന്റെ ഒരു 3 എലമെന്റ്സിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അതെ. സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നൊരു 15 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു 4 മിനിറ്റ്സ് വീഡിയോ ഒന്നും അങ്ങോട്ട് ആയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ 15 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പരസ്പരം അല്ലെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ റീസെന്റ് ആയിട്ട് അതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും എക്സാമിന് എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, കൂടുതൽ PYQs ആയിട്ട് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.